നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൂവും അപ്പോൾ ഈസി ആയിട്ട് സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിലേക്ക് സ്പൈസസ് ആയിട്ട് 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ ഇഷ്ടപ്പെട്ട കുറച്ച് കുരുമുളക്, ഒരു ചെറിയ ബേ ലീഫും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സ്പൈസസ് അധികം ആവാൻ പാടില്ല, വേറെ ടേസ്റ്റ് വരും. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് സവാളയും കൂടി ഇട്ട് 2 പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മുറിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങും, ഒരു ക്യാരറ്റ്, 10 ബീൻസ് ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറിയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി മുകളിലേക്ക് കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ കറി റെഡിയായി. ഈസി ആയിട്ട് ഉണ്ടാക്കിട്ടോ. എന്താ